നോയ്സ് ഈ വർഷം അതായത് 2022 ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത ഒരു സ്മാർട്ട് വാച്ച് ആണ് കളർ ഫിറ്റ് കാലിബർ. ഞാനിപ്പോൾ 1799 ബിഗ് സേവിംഗ് ഡേയ്സിലാണ് ഇത് വാങ്ങിച്ചത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ, അല്ലെങ്കിൽ നമ്മളത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് നോയ്സിന്റെ ലോഗോയും കൂടാതെ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഫോട്ടോയും അതുപോലെ തന്നെ കളർ കാലിബർ എന്ന് എഴുതിയിട്ടുണ്ട്. വലതുവശത്ത് ഡിസൈൻഡ് ഇൻ ഇന്ത്യ എന്നും ഇടതുവശത്ത് നോക്കുവാണെങ്കിൽ ലിസൺ ടു ദ നോയ്സ് വിത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. പുറകിൽ നോക്കുവാണെങ്കിൽ 1.69 TFT ടച്ച് സ്ക്രീൻ, ബോഡി ടെമ്പറേച്ചർ, ഹാർട്ട് റേറ്റ് മോണിറ്റർ, ബ്ലഡ് ഓക്സിജൻ മോണിറ്റർ, കോൾ ആൻഡ് SMS ക്വിക്ക് റീപ്ലേ, 60 സ്പോർട്സ് മോഡ്, 15 days ബാറ്ററി ലൈഫ്, IP68 വാട്ടർ പ്രൂഫ്, അതുപോലെ തന്നെ സ്ട്രെസ് മോണിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈലൈറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. എന്തായാലും ഒരു കോൾ ആൻഡ് SMS ക്വിക്ക് റീപ്ലേസ് ആക്ച്വലി ആൻഡ്രോയിഡ് ഫോണിൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ ഒരു നോയ്സ്ഫിറ്റ് ആപ്പ് വഴി നമ്മുടെ വാച്ച് കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കും. ഇനി മറ്റൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് നവംബർ 2021. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ എഴുതിയിരിക്കുന്നത് 3999 രൂപയാണ്. എന്നാൽ ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 2699 രൂപയും ഓഫർ സമയങ്ങളിൽ 1799 രൂപയ്ക്കും കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം. പൊതുവെ നോയ്സിൻ്റെ ഒക്കെ തന്നെ പ്രോഡക്റ്റുകളുടെ ബോക്സ് അത് ഏതായാലും അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ ഒരു വി ആർ ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ നോട്ടുണ്ട്. അതുപോലെ തന്നെ നോയ്സിൻ്റെ ഒരു സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പ്രോഡക്റ്റിലേക്ക് വരുന്നതിന് മുന്നേ മറ്റുള്ള സംഭവങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ചാർജിങ് അഡാപ്റ്റർ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു യൂസർ ഗൈഡും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് എന്ന് പറയുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുന്നത്. ഫ്ലാറ്റ് എഡ്ജ് ഡിസൈൻ എന്നാണ് ഈ ഒരു വാച്ചിൻ്റെ ഡിസൈൻ ഇവർ പറയുന്നത്. അതായത് ഈ ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ കണ്ടോ ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പൊതുവേ മറ്റുള്ളതിലൊക്കെ നോക്കുവാണെങ്കിൽ കർവ്ഡ് ആയിരിക്കും, പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് അത് ഫ്ലാറ്റ് ആണെന്നുള്ളതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പോളികാർബണേറ്റ് മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഈ ഒരു വാച്ച് ബോഡിയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ഏറ്റവും മുന്നിൽ നമ്മുടെ 1.69 ഇഞ്ച് LCD ഡിസ്പ്ലേ ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. വലത് സൈഡിൽ ഒരു ബട്ടൺ ഉണ്ട്. പുറകിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് സെൻസേഴ്സ്, അതായത് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗിന്റെ, അതുപോലെ ബ്ലഡ് ഓക്സിജൻ ലെവലിന്റെ, സ്ട്രെസ് മോണിറ്റർ, സ്ലീപ്പ് മോണിറ്റർ, കൂടാതെ ഈ ഒരു സംഭവം ഉണ്ട് അത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ സെൻസർ ആണ്. അതുപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് ആ ഒരു ചാർജിങ് പോർട്ടും ഒക്കെ കാണാൻ സാധിക്കും. ഇനി സ്ട്രാപ്പിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പ് തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോയ്സിന്റെ ലോഗോ അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഏറ്റവും എൻഡിലും ഇവിടെ നോയ്സിന്റെ ലോഗോ ഉണ്ട്. അത് കൂടാതെ ഇവിടെ നമ്മുടെ ബട്ടണിലും നോയ്സിന്റെ ലോഗോ കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഈ ഒരു സ്ട്രാപ്പ് നിങ്ങൾക്ക് വേറെ വേണമെങ്കിലും ഉറപ്പായിട്ടും നമുക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് പൊതുവെ മറ്റുള്ള എല്ലാ സ്മാർട്ട് വാച്ചുകളെ പോലും ഇവിടെയും നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും പക്ഷേ നമ്മളിത് ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൈറ്റ് കളറാണ് ബോഡി. ഞാൻ ആക്ച്വലി ഇത് വാങ്ങിച്ചിരിക്കുന്നത് വൈറ്റ് ആണ്. ഇതല്ലാണ്ട് നമുക്ക് ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ, റെഡ് എന്നിങ്ങനെ മറ്റ് കളേഴ്സ് ഉണ്ട്. ഏത് വാങ്ങിച്ചാലും അവരുടെ ബോഡി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു കളറായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് മാച്ച് ആയിട്ടുള്ള കളേഴ്സ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് വാച്ച് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഓൺ ആക്കുമ്പോൾ തന്നെ നോയ്സ് എന്ന് പറഞ്ഞിട്ട് ലോഗോ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു നോയ്സ്ഫിറ്റ് ആപ്പുമായിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ബൈൻഡ് ചെയ്തെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ നോയ്സ്ഫിറ്റ് ആപ്പ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പെയർ ഡിവൈസ് ഉണ്ട്. പെയർ ഡിവൈസിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ ഓൾറെഡി ഇത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കളർഫിറ്റ് കാലിബർ വന്നു. ഇതല്ലാന്നുണ്ടെങ്കിൽ കണ്ടോ ഈ ഒരു QR കോഡിൻ്റെ സ്കാനർ അവിടെ സ്കാൻ ചെയ്യുകയാണെങ്കിൽ QR കോഡ് ഇവിടെ കാണുന്നത് QR കോഡിൽ സ്കാൻ ചെയ്താൽ മതി. എന്നാലും ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാലിബർ കൊടുക്കുവാണ്. കൊടുക്കുന്ന സമയത്ത് യുവർ ഡിവൈസ് ഈസ് പെയറിംഗ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടോ പെയർ വിത്ത് ദിസ് ഡിവൈസ്. അപ്പോൾ നമ്മൾ യെസ് കൊടുക്കുക. കണ്ടോ സ്റ്റാർട്ട് യൂസിങ്. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ആപ്പിൽ കാണാൻ പറ്റുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും അതൊക്കെ നമുക്ക് പറയാം ഈ ഒരു വാച്ചിൻ്റെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം. അപ്പോൾ വാച്ച് ഓൺ ആയി വരുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്ന ആ ഒരു വാച്ച് ഫേസ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ആനിമേറ്റഡ് വാച്ച് ഫേസ് ആണ്. ഇത് നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള ഫേസസ് കാണാൻ സാധിക്കും. എന്തായാലും അറ്റ് എ ടൈം നമുക്ക് 4 എണ്ണം മാത്രമേ ഈ ഒരു വാച്ചിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ നമുക്ക് 150 പരം വാച്ച് ഫേസസ് നോയ്സ്ഫിറ്റ് ആപ്പിലുണ്ട്. അതിന് നമുക്ക് ഇഷ്ടമുള്ളത് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈവൻ നമുക്ക് കസ്റ്റമൈസ് പോലും ചെയ്യാൻ സാധിക്കും. എന്തായാലും അതൊക്കെ തന്നെ നോയ്സ്ഫിറ്റ് ആപ്പിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതിലേക്ക് പോകുമ്പോൾ കാണിച്ചു തരാം. ഇനി മുകളിൽ നിന്ന് താഴേക്ക് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് വരുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നോട്ടിഫിക്കേഷൻസ് ഒന്നും എനിക്കില്ല. അതുപോലെ തന്നെ ഇനി താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഏറ്റവും മുകളിലായിട്ട് ബ്ലൂടൂത്തിൻ്റെ ലോഗോ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 77% ബാറ്ററി ഉണ്ടെന്ന് കാണിക്കും.
കാണിക്കും. കൂടാതെ കുറച്ച് ക്വിക്ക് ഐക്കൺസ് ഇവിടെ കാണാൻ സാധിക്കും. അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ പവർ സേവിംഗ് മോഡാണ്. കൂടാതെ ഫൈൻഡ് മൈ ഫോൺ ഉണ്ട്. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഇവിടെ സാധിക്കും. ഇപ്പോൾ ഞാൻ ആക്ച്വലി 100% ഇട്ടേക്കുന്നതാണ്. എന്നാൽ 100% നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ബാറ്ററി നമുക്ക് ലൈഫ് കിട്ടാൻ ചാൻസ് കുറവാണ്. കൂടാതെ DND ഉണ്ട്, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഉണ്ട്, ഫ്ലാഷ് ഉണ്ട്. അതുപോലെ തന്നെ സെറ്റിംഗ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഇടതുനിന്ന് വലതിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മ്യൂസിക്, ബ്രെത്ത്, സ്ട്രെസ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, ആക്ടിവിറ്റി ഇങ്ങനെ പലതും കാണാം. അതുപോലെ തന്നെ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് ആക്ടിവിറ്റി, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, സ്ട്രെസ്, ബ്രെത്ത്, മ്യൂസിക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ലെഫ്റ്റിൽ നിന്ന് സ്വൈപ്പ് ചെയ്താലും റൈറ്റിൽ നിന്ന് സ്വൈപ്പ് ചെയ്താലും സെയിം ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ നമുക്ക് മെയിൻ മെനുവിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ഞെക്കിയാൽ മതി. അപ്പോൾ അതാണ്ടോ നോയ്സ് ഹെൽത്ത്, ക്ലോക്ക്, വർക്കൗട്ട്, സ്പോർട്സ് റെക്കോർഡ്, വെതർ, മ്യൂസിക്, ബ്രെത്ത്, റിമൈൻഡേഴ്സ്, ഫ്ലാഷ് ലൈറ്റ്, വാച്ച് ഫേസസ്, സെറ്റിംഗ്സ് കാണാൻ പറ്റും. ഇതിനകത്ത് നമ്മളെ നോയ്സ് ഹെൽത്തിൽ പോവുകയാണെങ്കിൽ അവിടെയാണ് ആക്ടിവിറ്റീസ് ഉണ്ട്, സ്ലീപ്പ് ഉണ്ട്, SpO2, ഹാർട്ട് റേറ്റ്, ടെമ്പറേച്ചർ, സ്ട്രെസ് അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. കൂടാതെ ക്ലോക്കിൽ വരുവാണെങ്കിൽ നമുക്ക് അലാറം ഉണ്ട്, സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, വേൾഡ് ക്ലോക്ക് ഉണ്ട്, ടൈമർ ഉണ്ട്. എന്തായാലും ആ ഒരു വേൾഡ് ക്ലോക്ക് ഒക്കെ അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് സിറ്റീസ് ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് വേൾഡ് ക്ലോക്ക് നമുക്ക് മറ്റുള്ള സ്ഥലത്തെ സമയവും അറിയാൻ സാധിക്കും. ഇനി വർക്കൗട്ടിൽ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് റണ്ണിങ് സ്പോർട്സ്, സൈക്ലിംഗ്, ഇൻഡോർ സ്പോർട്സ്, ഔട്ട്ഡോർ സ്പോർട്സ്, സ്നോ സ്പോർട്സ്, ബാൾ ഗെയിംസ്, ഡാൻസ് സ്പോർട്സ്, അതർ സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കാണാം. അതായത് ഇതിനകത്ത് 60-ൽ പരം സ്പോർട്സ് മോഡ്സ് ഉണ്ട്. ഇപ്പോൾ റണ്ണിങ് സ്പോർട്സിൽ നോക്കുകയാണെങ്കിൽ ഔട്ട്ഡോർ വാക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ റണ്ണിങ് ഉണ്ട്, ട്രെഡ്മില്ലുണ്ട്, അങ്ങനെ കുറച്ച് കാണാം. കൂടാതെ സൈക്ലിംഗിൽ നോക്കുകയാണെങ്കിൽ ഔട്ട്ഡോർ സൈക്ലിംഗ്, ഇൻഡോർ സൈക്ലിംഗ്, BMX അങ്ങനെ കുറേ കാര്യങ്ങൾ. അതായത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്ലസ് മറ്റുള്ള നമുക്കറിയാത്ത കുറച്ച് വർക്കൗട്ട്സ് പോലും ഇതിനകത്ത് കാണാൻ സാധിക്കും. കൂടാതെ നമ്മൾ ഏതൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടോ അതൊക്കെ തന്നെ ഇവിടെ ആക്ടിവിറ്റീസ് റെക്കോർഡും നമുക്ക് ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ വെതർ നമ്മൾക്ക് എത്രയാണെന്നുള്ളത് കാണിക്കും. കൂടാതെ മ്യൂസിക് നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതായത് പ്ലേ, പോസ് ചെയ്യാം, നെക്സ്റ്റ് ചെയ്യാം, പ്രീവിയസിലേക്ക് പോകാം, വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ തന്നെ ഈ ഒരു വാച്ചിൽ കൂടെ നമുക്ക് സാധിക്കും. ഇനി ബ്രെത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ നമുക്ക് ബ്രെത്ത് നമുക്ക് മോഡറേറ്റ് ചെയ്യാം. അത് മോഡറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫാസ്റ്റ് ഉണ്ട്, സ്ലോ ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ സ്ട്രെസ് നമുക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ബ്രെത്ത് എക്സസൈസ് ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ റിമൈൻഡേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റ്, വാച്ച് ഫേസസ് ഞാൻ ഓൾറെഡി നമ്മൾ കാണിച്ചതല്ലോ നേരത്തെ. ആദ്യം നമ്മൾ അതായത് സ്ക്രീനിൽ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വാച്ച് ഫേസസ് വരാം. അതുകൊണ്ട് തന്നെ സെറ്റിംഗ്സിൽ പോയിട്ട് അങ്ങനെ പോകണമെന്ന് ആവശ്യമില്ല. എന്തായാലും ഇനി സെറ്റിംഗ്സിൽ പോകുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യം ബ്രൈറ്റ്നസ് ആണ്. ബ്രൈറ്റ്നസ് ഓൾറെഡി ഞാൻ കാണിച്ചു കഴിഞ്ഞു. ഇനി വൈബ്രേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ്റെ ഇൻറ്റൻസിറ്റി ഇപ്പോൾ ഞാൻ 2-ലാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് 3 അല്ലെങ്കിൽ 1 ഒക്കെ കൊടുക്കാം. അതുപോലെ തന്നെ റിസ്റ്റ് വൈക്ക് നമുക്ക് റേസ് ടു വേക്ക്, അതായത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ മാറ്റുമ്പോഴത്തേക്ക് കണ്ടോ എവൈക്ക് ആവും. അപ്പോൾ അത് വേണമെങ്കിൽ ഓൺ ആക്കി ഇടാം. അതുപോലെ തന്നെ സ്ക്രീൻ ഓഫ് ഞാനിപ്പോൾ 30 സെക്കൻഡ് ഇട്ടേക്കുന്ന വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ 10 സെക്കൻഡ് ഒക്കെ ഇടുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. താഴേക്ക് വരുമ്പോഴത്തേക്ക് ഡിവൈസ് ഇൻഫോർമേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡു നോട്ട് ഡിസ്റ്റർബ് ഇവിടെ വന്നിട്ട് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. കൂടാതെ QR കോഡ്, കൂടാതെ റീബൂട്ട്, പവർ ഓഫ്, റീസെറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സെറ്റിംഗ്സിൽ കാണാൻ പറ്റുന്നത്. എന്തായാലും ഓവറോൾ നമ്മുടെ വാച്ചിനകത്ത് നോക്കുവാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി സെൻസേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ എന്തായാലും അത്യാവശ്യം എന്താ പറയുക സെൻസേഴ്സ് ഒക്കെ വർക്കൗട്ട് ആകുന്നുണ്ട്. അതായത് SpO2 ഞാൻ ജസ്റ്റ് ഇത് ഇപ്പോൾ നോക്കുവാണ്. കണ്ടോ 98% മെഷറിംഗ് വന്നു. എന്തായാലും 97 നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ 97ലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹാർട്ട് റേറ്റ് മോണിറ്റർ നോക്കാം. ടാപ്പ് ടു മെഷർ 67 മിനിമം, 67 മാക്സിമം ഒക്കെ നേരത്തെ ഞാൻ ചെയ്തെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതായിരുന്നു. ഇപ്പോൾ അറിയാം അടുത്ത എന്താണെന്നുള്ളത്. 66ലേക്ക്. അപ്പോൾ മാക്സിമം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് 67, മിനിമം എന്ന് പറയുന്നത് 66 ആണ്. ഇനി ടെമ്പറേച്ചർ നമുക്ക് നോക്കുവാണെങ്കിൽ അപ്പോൾ അതെ ടെമ്പറേച്ചർ വന്നിട്ടുണ്ട് 98.7 ഫാരൻഹൈറ്റ് എന്നുള്ളതാണ്. എന്തായാലും അതൊക്കെ തന്നെ ആക്യുറേറ്റ് ആണോ ഇല്ല എന്നുള്ളത് ഞാൻ വീണ്ടും പറയണത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കൂടാതെ സ്ട്രെസ്സിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നേരത്തെ ആക്ച്വലി വന്നതാണ് ഈ ഒരു മാക്സിമം 20യും മിനിമം 20 എന്നുള്ളത്. ഇപ്പം എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതെ ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് എൻ്റെ സ്ട്രെസ് ലെവൽ എന്ന് പറയുന്നത് 20 ആണ്. റിലാക്സ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു സെൻസേഴ്സ് അത് ഈ ഒരു വാച്ചിലാണെങ്കിൽ പോട്ടെ, അതല്ല മറ്റുള്ള സ്മാർട്ട് വാച്ച് ആയിക്കോട്ടെ, ഏതിലാണെങ്കിലും ഒരിക്കലും നമ്മൾ ആക്യുറേറ്റ് ആണെന്ന് വിശ്വസിക്കരുത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റേതായിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങിച്ചതിന് ശേഷം ചെക്ക് ചെയ്യാന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇനി ഈ ഒരു വാച്ചിന്റെ മറ്റുള്ള പ്രത്യേകത നോക്കുകയാണെങ്കിൽ IP68 വാട്ടർ റെസിസ്റ്റന്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ 1.5 മീറ്റർ ഡെപ്തിൽ നമ്മൾ ഡൈവ് ചെയ്താൽ
പോലും ഈ ഒരു പ്രോഡക്റ്റിന് യാതൊരുവിധ കേടുപാടുകളും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഹെവി റെയിനിൽ പോലും നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കൊന്നും വേറെ ഒരു കേടുപാടുകളും ഇതിൽ ഉണ്ടാവത്തില്ല എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. 15 ദിവസമാണ് ബാറ്ററി ലൈഫ് കമ്പനി പറയണത്. അത് നമ്മൾ ഇതുപോലെ 24 മണിക്കൂർ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഓൺ ആക്കിയിട്ടാലും 100% ബ്രൈറ്റ്നസ് ഇട്ടാലും ചിലപ്പോൾ കിട്ടാൻ ചാൻസസ് വളരെ കുറവാണ്. ഒരു വർഷം നമുക്ക് വാറന്റിയും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോയ്സിന്റെ ഫിറ്റ് ആപ്പിൽ എന്തൊക്കെയാണ് ഈ ഒരു വാച്ച് നമുക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നോയ്സ് ഫിറ്റിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. നമ്മൾ പെയർ ചെയ്തതിന് ശേഷമുള്ളത് അവിടെ ടുഡേ 8 മെയ് 2022 ഈ ഒരു പ്രോഡക്റ്റിന്റെ ഫോട്ടോയെ കാണാൻ പറ്റും. തൊട്ട് താഴെയായിട്ട് നോട്ടിഫിക്കേഷൻ ഈസ് ഡിസേബിൾഡ്, പ്ലീസ് ക്ലിക്ക് ഹിയർ ടു ഇനേബിൾ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് സ്മാർട്ട് വാച്ചിലേക്ക് വരണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു നോട്ടിഫിക്കേഷൻ ആൻഡ് അലേർട്ട്സ് നമ്മൾ ഓൺ ആക്കി ഇടണം. ഇത് ഓൺ ആക്കുമ്പോഴത്തേക്ക് എല്ലാം തന്നെ ഓൺ ആവുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ഏതൊക്കെ വേണം അല്ലെങ്കിൽ ഏതൊക്കെ വേണ്ട എന്നുള്ളത് നമുക്ക് ഇവിടെ തീരുമാനിക്കാം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ നോട്ടിഫിക്കേഷൻസ് വരണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഓഫ് ആക്കി ഇടാം. ഇനി അതല്ല കോൾ അലേർട്ട് വരണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് ഇവിടെ ഇനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ ഡിസേബിൾ ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഡിസ്റ്റൻസ് ഞാൻ എത്ര ഓടി അല്ലെങ്കിൽ എത്ര സ്റ്റെപ്പ് ഇന്ന് ഞാൻ നടന്നു, കൂടാതെ കലോറീസ് എത്ര ബേൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടോ സ്റ്റെപ്പ് കൗണ്ട് 142 സ്റ്റെപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം റൂമിൽ ഒന്ന് നടന്നതാണ്. കൂടാതെ സ്ലീപ്പ് അവേഴ്സ് ഇത് നമ്മൾ കെട്ടിക്കൊണ്ട് കിടക്കുവാണെങ്കിൽ ഇവിടെ നമ്മുടെ കാണിക്കും നമ്മൾക്ക് എത്ര ഡീപ്പ് സ്ലീപ്പ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ലൈറ്റ് സ്ലീപ്പ് ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. കൂടാതെ ഡിസ്റ്റൻസ് എത്ര ഞാൻ സഞ്ചരിച്ചു, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് എത്രയാണ്, അതുപോലെ തന്നെ സ്ട്രെസ് കൗണ്ട്, ബ്ലഡ് ഓക്സിജൻ, ബോഡി ടെമ്പറേച്ചർ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ മുന്നിൽ തന്നെ കാണാൻ പറ്റും. കൂടാതെ ഷോപ്പിൽ പോവുകയാണെങ്കിൽ നമുക്കറിയാലോ ഇവരുടെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാനുള്ളൊരു പ്രൊമോഷൻ്റെ സംഭവമാണ്. അതുപോലെ തന്നെ ആക്ടിവിറ്റിയിൽ നോക്കുവാണെങ്കിൽ ഇവിടെ എന്തായാലും അവിടെയും ബാക്ക്ഗ്രൗണ്ട് ലൊക്കേഷൻ പെർമിഷൻ ആക്ച്വലി നമ്മൾ എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആക്ച്വലി ഇവിടെ ആക്ടിവിറ്റീസ് കാണാൻ പറ്റത്തുള്ളൂ. ആക്ടിവിറ്റീസ് ഓൾറെഡി നമ്മൾ ആ മുന്നിൽ കണ്ടത് തന്നെയാണ്. കൂടാതെ നമുക്ക് വാച്ച് ഫേസസിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ആ ഒരു കസ്റ്റമൈസ് വാച്ച് ഫേസസിൽ ലെസ് ഗോ കൊടുക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് ഈ ഒരു വാച്ച് ഫേസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിലേക്ക് നിങ്ങൾക്ക് പോവുക. ഫോണ്ടിൻ്റെ കളർ അല്ലെങ്കിൽ ഗ്യാലറി നിങ്ങൾക്ക് കറണ്ടായിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഏതാണെങ്കിലും നിങ്ങളത് ഇതിലേക്ക് വന്നിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. കൂടാതെ 150 പരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാറ്റഗറി വൈസ് തന്നെ നമുക്കിവിടെ വാച്ച് ഫേസസ് കാണാം. ഏതാണെങ്കിലും അത് നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു വാച്ച് ഫേസ് കണ്ടോ അപ്ഡേറ്റ് വാച്ച് ഫേസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വാച്ചിലേക്ക് അത് വരുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്യുക. ഇനി സെറ്റിംഗ്സിലേക്ക് വരുവാണെങ്കിൽ അവിടെ കണക്റ്റഡ് ഡിവൈസിൽ നോക്കുകയാണെങ്കിൽ കളർഫിറ്റ് കാലിബർ 73% നമുക്ക് ബാറ്ററി ഉണ്ടെന്നൊക്കെ കാണിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ വാച്ചിന്റെ ഫോട്ടോ ഉണ്ട്. അതുപോലെ തന്നെ ചെക്ക് ഫോർ അപ്ഡേറ്റ് നമുക്ക് ഈ ഒരു വാച്ചിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഫേംവെയർ വേർഷൻ ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഐഡിയൽ അലേർട്ട്സ് നമുക്ക് ഇതിലുണ്ട്. ഐഡിയൽ അലേർട്ട് ഇവിടെ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂർ നമ്മൾ സമയം കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുക നമ്മളൊന്ന് അനങ്ങാൻ വേണ്ടി അതായത് നമ്മുടെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യാനൊക്കെ ഇത് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ തരും. അതുപോലെ തന്നെ ഓട്ടോ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് നമുക്ക് ഓൺ ആക്കി ഇടാം 24 hours. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും ഓഫാണ്, തൽക്കാലത്തേക്ക് നമുക്ക് അത് തന്നെയാണ് നല്ലത്. ഓഫാക്കി ഇടുന്നത് തന്നെയാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. കൂടാതെ ഗൂഗിൾ ഫിറ്റ് നമുക്ക് വേണമെങ്കിൽ ഓൺ ആക്കാം. അതുപോലെ തന്നെ റാപ്പിഡ് ഐ മൂവ്മെന്റ്, കൂടാതെ ഡ്രിങ്ക് വാട്ടർ റിമൈൻഡർ, അതായത് നമ്മൾ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ മറന്നു പോകുന്നെങ്കിൽ ഇതിൽ നമ്മൾ റിമൈൻഡർ ഇടുവാണെങ്കിൽ അതിനകത്ത് തന്നെ പറയും ഡ്രിങ്ക് വാട്ടർ ആൻഡ് റിലാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ സെറ്റ് ഡിവൈസ് ടൈം, ക്യാമറ ഷട്ടർ, ബോഡി ടെമ്പറേച്ചർ യൂണിറ്റ്. ബോഡി ടെമ്പറേച്ചർ യൂണിറ്റ് നമുക്ക് ഫാരൻഹീറ്റിലാണ് ഇപ്പോൾ കിടക്കുന്നത്, നമുക്കത് വേണമെങ്കിൽ സെൽഷ്യസിലോട്ട് മാറ്റാം. കൂടാതെ ഫൈൻ ഡിവൈസസ്, വെതർ സെറ്റിംഗ്സിൽ വരുവാണെങ്കിൽ ഈ ഒരു വെതർ അപ്ഡേറ്റ് ഞാൻ ആക്ച്വലി ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വാച്ചിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് വെതർ നോക്കുവാണെങ്കിൽ അവിടെ നമ്മുടെ കറക്റ്റ് വെതർ ഇതേ ഇവിടെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. നേരത്തെ ഞാൻ കാണിച്ച സമയത്ത് ആക്ച്വലി ഇതൊന്നും ഞാൻ ഇനേബിൾ ചെയ്യാത്തതുകൊണ്ടായിരുന്നു നിങ്ങളത് കാണാണ്ടിരുന്നത്. അതുപോലെ തന്നെ ഫൈൻ ഡിവൈസ് ഉണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു നോട്ടിഫിക്കേഷൻ അലേർട്ട്സ്, മൈ അലാംസ്, ഹാൻഡ് വാഷ് ചെയ്യാൻ പോലും നമുക്ക് ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടാം. കൂടാതെ മൈ റിമൈൻഡേഴ്സ്, ക്വിക്ക് റീപ്ലേസിന്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ടോട്ടൽ 5 എണ്ണം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന 5 എണ്ണത്തിൽ നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട. നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേതെങ്കിലും ഒരെണ്ണം ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരെണ്ണം ആഡപ്പ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുക. ക്വിക്ക് റിപ്ലൈസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഒരു വാച്ച് വഴി നമുക്ക് കോൾ വരുന്നത് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ സൈലന്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ റീപ്ലേസ് കൊടുക്കാനും പറ്റും. എന്നാൽ നമുക്ക് കോൾ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തില്ല. കൂടാതെ ഏറ്റവും അവസാനം നമുക്ക് കാണാൻ സാധിക്കുന്നത് വേൾഡ് ക്ലോക്കും ഞാൻ ഈ ഒരു വാച്ചിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇവിടെ വന്നിട്ട് വേണം ഇതൊക്കെ സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ളത്. ആഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏതിന്റെ ടൈം ആണോ വേണ്ടത്, ഇപ്പോൾ ഞാൻ ലണ്ടൻ കൊടുത്തു, കണ്ടോ ലണ്ടൻ കൊടുത്തതിന് ശേഷം ഡൺ കൊടുക്കുകയാണെങ്കിൽ ഇതേ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വാച്ചിൽ വന്നതിന് ശേഷം ക്ലോക്കിൽ പോയിട്ട് ഇതേ വേൾഡ് ക്ലോക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ
ലണ്ടൻ ദേ ടൈം ഇപ്പോൾ 11:31 AM ആയിട്ടുണ്ടെന്ന് കാണിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നോയ്സ് ഫിറ്റ് ആപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വാച്ചിനെ കൊണ്ട് എന്തായാലും നോയ്സ് ഫിറ്റ് ആപ്പ് ഇല്ലാണ്ട് ഒരിക്കലും നമ്മുടെ വാച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, അത് വേറെ കാര്യം. അതുകൊണ്ട് തന്നെ നമ്മളിത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു നോയ്സ് കളർ ഫിറ്റ് കാലിബർ നമുക്ക് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും 1799 നമുക്കിത് വർത്ത് ബൈങ് തന്നെയാണ്. ഓഫർ സമയത്ത് നമ്മൾ 2000 രൂപയ്ക്ക് ഉള്ളിൽ ഒരു വാച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു വാച്ച് നോക്കുന്നതിൽ വേറെ ഒരു പ്രശ്നവുമില്ല. ഡിസോ വാച്ച് 2 സ്പോർട്സും നമ്മുടെ കാലിബറും ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു നോയ്സ് കളർ ഫിറ്റ് കാലിബർ തന്നെയാണ് വർത്ത് ബൈങ് ആയിട്ടുള്ളത്. സ്പെക് വൈസ് ആണെങ്കിൽ പോലും ബെറ്റർ ആയിട്ടുള്ളത് ഇവിടെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ 2 വാച്ചുകൾ എന്ന് പറയുന്നത് ഈ ഒരു കാലിബർ അല്ലെങ്കിൽ ഡിസോ വാച്ച് 2 സ്പോർട്സ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകാനേ ഞാൻ പറയത്തുള്ളൂ. ഇനി ഈ ഒരു വാച്ചിന്റെ നോർമൽ റേറ്റ് ആയ 2699 നമുക്കിത് വർത്താണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ഒരു ആംലെറ്റ് സ്ക്രീനും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത് കണ്ണും കൂട്ടി നമുക്ക് വാങ്ങിക്കായിരുന്നു 3000 രൂപയ്ക്കകത്ത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നോയ്സ് കളർ ഫിറ്റ് കാലിബറിനെ കുറിച്ചുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ടായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.